കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്. ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. യു സീ ദ ഐറണി, ഡോണ്ട് യു? 3 പേരും തോറ്റുപോയവരാണ്. അതുകൊണ്ട് പൊരുതി തോറ്റാൽ അങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ. പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഐ ഓൾവേസ് പ്ലേ ടു ദ വിൻ. 2014 അഖിൽ പോൾ തിരക്കഥ എഴുതി ശാന്തർ സംവിധാനം ചെയ്ത ചിത്രം. 6 ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ച ദൈവം വിശ്രമിച്ച 7ാം നാൾ, ദ 7th ഡേ. പൃഥ്വിരാജ് സുകുമാരൻ പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിലെ ഒരു മാസ് ഡയലോഗാണിത്. നമുക്കതിനെ ഒന്ന് ചെറുതായിട്ട് അനലൈസ് ചെയ്യണ്ടേ. ഇതിലെ 3 പേരാണുള്ളത്. ഒന്ന് കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്. നമുക്ക് കർണനെ ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ളവരെ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വിലയിരുത്താം. 1769 നെപ്പോളിയൻ ജനിക്കുന്നത്. ഫ്രഞ്ച് സൈനിക മേധാവിയും ഫ്രഞ്ച് ചക്രവർത്തിയൊക്കെ ആയിട്ടാണ് ആളുടെ പ്രവർത്തനം ഉള്ളത്. യൂറോപ്പിലാകമാനം അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന നെപ്പോളിയൻ ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെടുന്നു. തുടർന്ന് സെൻറ്റ് ഹെലന ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുന്ന നെപ്പോളിയൻ അവിടെ വെച്ച് 1821 മരണപ്പെടുന്നു. ആളുടെ യുദ്ധം ഫ്രഞ്ച് എന്ന ഫ്രാൻസിന് വേണ്ടിയിട്ടാണ്, അത് ബ്രിട്ടീഷുകാരുമായിട്ടാണ്. അതാണ് നമ്മുടെ നെപ്പോളിയൻ്റെ ഒരു ചെറിയ ജീവിത ചരിത്രം. അടുത്തത് ഭഗത് സിംഗ്. 1907 ആണ് ഭഗത് സിംഗ് ജനിക്കുന്നത്. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ആദ്യ വിപ്ലവകാരി ആയിട്ടാണ് ഭഗത് സിംഗിനെ കണക്കാക്കുന്നത്. പോലീസിന് സ്വതന്ത്രാധികാരം നൽകുന്ന പബ്ലിക് സേഫ്റ്റി ബില്ലിനെതിരെ ലാഹോറിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 1929 ബോംബെറിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ വധശിക്ഷയ്ക്ക് ഭഗത് സിംഗിനെ വിധിക്കുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാരാൽ ഭഗത് സിംഗ് മരണപ്പെടുന്നു. ബ്രിട്ടീഷുകാരുമായിട്ടുള്ള നിരന്തര യുദ്ധങ്ങൾ ഒരുപാടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ രീതി പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പോരാട്ടം. നെപ്പോളിയൻ്റെ പോരാട്ടവും ഭഗത് സിംഗിൻ്റെ പോരാട്ടവും ബ്രിട്ടീഷുകാർക്കെതിരെ സ്വന്തം രാജ്യത്തിന് വേണ്ടി. കർണൻ, ഈ 3 പേരിൽ കർണൻ ബ്രിട്ടീഷുകാർക്ക് എതിരെ യുദ്ധം ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. ആൾ ആർക്കെതിരെയാണ് യുദ്ധം ചെയ്തത്? ആളിന് ഈ ചരിത്ര പുരുഷന്മാരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കാൻ എന്ത് ഇതാണുള്ളത്? അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ.